ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ അടുക്കള പുത്തനായാലോ പഴയതായാലോ കുഞ്ഞായാലോ വലിയതായാലോ ഏതൊക്കെ സാധനങ്ങൾ ആ ഒരു ചെറിയ കിച്ചന് ആവശ്യമുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ വെളിയിൽ നിന്ന് വീടിൻ്റെ അകത്ത് കയറുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഒരു ഡോർമാറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും നമ്മൾ കാല് നല്ലോണം ഒന്ന് തൂത്തിട്ട് കയറുക. അത് കഴിഞ്ഞ് നമ്മൾ ഷൂ റാക്ക് എവിടെയാണ് വെച്ചേക്കുന്നത് അവിടെ പോയി ഷൂ ഇട്ടിട്ട് മാത്രമേ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറാവുള്ളൂ. ഒത്തെങ്കിൽ നിങ്ങൾ വെളിയിൽ തന്നെ ഒരു ഷൂ റാക്ക് മേടിച്ച് വെക്കുക. അപ്പം തന്നെ നമ്മൾ അടുക്കി പെറുക്കി വെളി ഇങ്ങനെ നിരത്തി ഇടാതെ അടുക്കി പെറുക്കി നമുക്ക് ഷൂ റാക്കിൻ്റെ അകത്ത് തന്നെ വെക്കാൻ പറ്റും. ഇപ്പം ഞാനിത് UAE ആയതുകൊണ്ടാണ് എനിക്ക് വെളിയിൽ വെച്ചാൽ എൻ്റെ ഷൂ റാക്കൊക്കെ ഇങ്ങനെ നശിച്ചു പോവും വെയിൽ കാരണം. ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞങ്ങൾ റൂമിനകത്താണ് വെച്ചേക്കുന്നത്. അടുത്തത് നമ്മൾ കാണിക്കുന്നത് കിച്ചൻ്റെ അകത്തോട്ട് നമ്മൾ കയറുമ്പം തന്നെ ഒരു മാറ്റ് ഇടാൻ ശ്രദ്ധിക്കണേ. പിന്നെ കൂടാതെ സിങ്കിൻ്റെ താഴെ എപ്പോഴും വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തുണി മാറ്റ് ഉണ്ടെങ്കിൽ ആ തുണി മാറ്റ് ഇട്ട് കൊടുക്കുക അവിടെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ വെളിയിലിടുന്ന ചപ്പൽ വീട്ടിലിടുന്ന ചപ്പലും വേറെ വേറെ ആയിട്ട് യൂസ് ചെയ്യുക. വീട്ടിൽ ഇടുന്നത് വെളിയിൽ കൊണ്ടുപോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്നും നമ്മൾ ഡസ്റ്റ്ബിൻ കവർ ചേഞ്ച് ചെയ്യണം. അടുത്തത് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ദോശമാവൊക്കെ അരച്ച് കഴിയുമ്പോൾ മിക്സറിനകത്ത് പറ്റി പിടിച്ചിരിക്കും. പിന്നെ ദോശമാവ് തീർന്നു കഴിയുമ്പോൾ ആ പാത്രത്തിനകത്തൊക്കെ മാവ് ഉണങ്ങി പിടിച്ചിരിക്കും അല്ലേ, നമ്മൾ സിങ്കിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ആ പാത്രത്തിനകത്ത് മാവൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കിന് തന്നെ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് നല്ലോണം ആ പാത്രത്തെ പറ്റി പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് നല്ലോണം കഴുകി എടുത്ത് മാറ്റുക. മിക്സറിനകത്ത് അരച്ച് കഴിയുമ്പോഴത്തേക്കിനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞ് ആ മാവ് എടുത്തിട്ട് അടുത്ത വെള്ളം ഒന്ന് നല്ലോണം അത് കലക്കി ഈ വെള്ളം നമ്മൾ ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചെടിക്കൊക്കെ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സറിനകത്ത് മാവ് അരച്ച് കഴിയുമ്പോൾ മിക്സറും ഇതേപോലെ ഒന്ന് കഴുകി മാറ്റുക. ഈ പാത്രങ്ങൾ ഉണക്കാൻ സിങ്കിൽ ഇടല്ലേ. കൂടാതെ നമ്മൾ ഈ രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പാത്രങ്ങൾ രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. രാത്രി കഴുകി വൃത്തിയാക്കി വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കിന് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇങ്ങനെ നിരത്തി പിടിച്ച പാത്രം കാണുമ്പം തന്നെ ഇത്രയും പാത്രം കഴുകണമല്ലോ എന്നോർത്ത് തന്നെ നമുക്ക് ഒരു ടെൻഷനും പരവേശവും ഒക്കെ അല്ലേ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുക. കൂടാതെ ഇപ്പം ഡെറ്റോൾ ഞാനൊരു ഹാൻഡ് വാഷ് ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡെറ്റോളാണ്. ഡെറ്റോൾ നമ്മളിങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ഒരു ഹാൻഡ് വാഷ് ബോട്ടിലിൽ എടുത്ത് വെച്ചാൽ നമുക്ക് സിങ്കൊക്കെ എന്നും ഡെറ്റോൾ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ നമ്മളുടെ പ്ലാറ്റ്ഫോം, കിച്ചൺ പ്ലാറ്റ്ഫോം, ഡൈനിങ് ടേബിൾ ഒക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തൂത്തെടുത്താൽ മതി. നല്ല വൃത്തിയായി കിട്ടും, നല്ല മണവും കിട്ടും, ഈച്ചയും പ്രാണിയും ഒന്നും തന്നെ വരത്തില്ല. ഇപ്പം ഡെറ്റോൾ ഒരു ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് അല്ലേ, അപ്പം നമ്മൾ ഇത് വെച്ച് തന്നെ കിച്ചൺ പ്ലാറ്റ്ഫോം, കിച്ചൺ സ്റ്റൗവ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമേ. പിന്നെ കൂടാതെ എപ്പോഴും ഈ നമ്മൾ സോപ്പ് വാഷും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഡെറ്റോൾ വെച്ച് തന്നെ, ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയും അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ഈ കിച്ചൺ ടവൽ വെച്ച് ഒത്തിരി സാധനങ്ങൾ പിടിക്കുകയും എടുക്കുകയും അപ്പം കറകളൊക്കെ പറ്റാറുണ്ടല്ലേ. അപ്പം നമ്മളെല്ലാം കിച്ചൺ ടവൽസ് ഒരേ നേരത്തൊന്ന് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടെ ഇപ്പം 5-6 ടവൽ കാണും ഒരു കിച്ചണിൽ അല്ലേ. അപ്പോൾ ആ ടവലെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇടുക. ആ പാത്രത്തിൽ നമ്മൾ പറയുന്ന ഒരു സൊല്യൂഷനാണ്, ഒരു നാരങ്ങ നീരോ വിനെഗറോ ഇടണം. 1 കപ്പ് വിനെഗർ ഒഴിക്കണം. അതിനകത്ത് ബേക്കിംഗ് സോഡ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചേക്കണം. പിന്നെ കൂടാതെ പ്രില്ലിൻ്റെ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡർ ഉണ്ടെങ്കിലോ ഇതും കൂടെ ഇട്ട് ഒരു മണിക്കൂറത്തേക്കിന് ഈ തുണിയെല്ലാം ഒന്ന് സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകിയെടുത്ത തുണികൾ വെയിലത്തിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട സാധനങ്ങൾ ഒക്കെ ഒരു ഡബ്ബയ്ക്കകത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം അരി, ഗോതമ്പ്, മൈദ, പിന്നെ ബിരിയാണി അരി, അപ്പം തന്നെ ഈ 4 സാധനങ്ങൾ. അപ്പം 10 കിലോ ആയാലോ 5 കിലോ ആയാലോ, നിങ്ങൾ വലിയ 10 കിലോ മേടിക്കുക
വെക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയ ഡബ്ബയ്ക്കകത്ത് അരിയും ഗോതമ്പും ബിരിയാണി അരിയും ഒക്കെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് സേവിങ്ങും കിച്ചണിൽ പെട്ടെന്ന് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡബ്ബയ്ക്കകത്തായിരിക്കുന്ന ഒന്നും മാറിയും പോകത്തില്ല. നമുക്കിങ്ങനെ തന്നെ എടുത്ത് വെക്കാൻ പറ്റുമേ. ഇതൊരു ചെറിയ കിച്ചൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വലിയ വലിയ കിച്ചണുകളാവുമ്പം വലിയ വലിയ പാട്ടകളൊക്കെ വെക്കാൻ വേണ്ടി സ്ഥലം ഉണ്ട്. ബട്ട് എൻ്റെ ഇതൊരു ചെറിയ കിച്ചണാണ്. ഒരാൾക്ക് നിൽക്കാനുള്ള അത്രവേ ഇടയുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെറിയ കിച്ചണിനകത്ത് എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുമോ, സ്പേസ് സേവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. പിന്നെ ഒരു പ്ലാന്റ് നമ്മളുടെ കിച്ചണിൽ വെക്കുന്നത് ഒരു നല്ലൊരു ഐശ്വര്യമാണ്. അടുത്തതായിട്ട് നമ്മളുടെ കിച്ചണിൽ ആവശ്യമുള്ളത് ഒരു കപ്പ് ട്രേ ആണ് ഈ വെച്ചേക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുകയാണെങ്കിൽ തന്നെ ചായ രാവിലെ കുടിക്കാൻ വേണ്ടി എടുക്കാൻ 4 കപ്പാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 4 കപ്പും നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടയർ ട്രേയും കൂടെയാണ് വെച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ പഞ്ചസാര, ചായപ്പത്തി, കോഫി പൗഡർ, പിന്നെ ഇച്ചിരി ശർക്കര ഒക്കെ ബോട്ടിലിനകത്ത് അടുക്കി പെറുക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൊച്ചുങ്ങൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെക്കും. അപ്പം നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ട്രേയും പിന്നെ ഒരു കപ്പ് വെക്കുന്ന ട്രേയും കൂടെ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു മണി പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കാണിക്കുന്നത്, ഞാൻ ഈ പാത്ര സ്റ്റാൻഡില്ലേ, നമ്മൾ സിങ്കിൻ്റെ മേളുഭാഗത്താണ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അവിടെ വെക്കുമ്പോഴത്തേക്കിന് വെള്ളമൊക്കെ താഴോട്ട് തന്നെ സിങ്കിനകത്തോട്ട് തന്നെ വീഴും. അങ്ങനെ ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ കുക്കറിനകത്ത് വെക്കുന്ന നമ്മളുടെ പൾസസ്, അരി, കടല ഇതൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേക്കിന് ഒത്തിരി വെള്ളം കൂട്ടി വെക്കാതെ തന്നേക്കുന്ന ആ 2 ആണിയില്ലേ അതിൻ്റെ താഴെ ഭാഗം വരെയുള്ള വെള്ളം മാത്രമേ വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്, എൻ്റെ ഒരു കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് 2 കബോർഡ്, ചെറിയ 2 കബോർഡ്, 2 ട്രേ ഉള്ള കബോർഡേ ഉള്ളൂ എൻ്റെ കൈ. അപ്പം ഒരു ട്രേക്കകത്ത് ഞങ്ങൾ മസാല പൗഡറൊക്കെയാണ് ഈ കുപ്പി ബോട്ടിലിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ബോട്ടിലൊന്നും വേറെ ആയിട്ട് മേടിക്കാനൊന്നും പോയിട്ടില്ല ഞങ്ങൾ. ആ പാടെ ഈ 2 കബോർഡും 2 ട്രേ ഉള്ള 2 കബോർഡുണ്ട്, ചെറിയ കുഞ്ഞു കള്ളികളുള്ള. അപ്പം ഞങ്ങൾ മേളിൽ ഈ ടീ, കോഫി, പുളി അതൊക്കെയായി കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ താഴെ നമ്മൾ മസാലകളാണ് ഈ വെച്ചേക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അത് മസാലക്കൂട്ടം വെക്കാൻ വേണ്ടി ഒരു ഡബ്ബയൊക്കെ കാണുക. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ഒത്തിരി ഞങ്ങൾക്കിവിടെ UAE ആയതുകൊണ്ട് ബോട്ടിൽസൊക്കെ കിട്ടും. അപ്പം ബോട്ടിലിനകത്ത് കിട്ടുന്ന ഡബ്ബകളിനകത്താണ് ഞങ്ങൾ ഈ മസാല പൗഡർ എല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചെറിയ കിച്ചൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഈ നാരങ്ങ നമ്മൾ പകുതി നാരങ്ങ മുറിച്ച് കഴിയുമ്പോഴത്തേക്കിന് പകുതി നാരങ്ങ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ ഒരു ട്രിക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ 2 നാരങ്ങയും കൂടെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മറ്റേ പീസിൻ്റെ ജ്യൂസ് ഉള്ള പീസിൻ്റെ ആ നാരങ്ങ നീര് ഉണങ്ങി ഒട്ടും തന്നെ പോകത്തില്ല. അടുത്ത വട്ടം നമുക്ക് അത്രയുള്ള ജ്യൂസ് തന്നെ കിട്ടും, ഉണങ്ങത്തില്ല നാരങ്ങ. ഇതേ രീതി നിങ്ങൾ വെച്ച് കൊടുത്താൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത്, നമ്മൾ സിങ്കൊക്കെ ഈ മീനോ ഇറച്ചിയോ ഒക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കിന് ഒരു സ്മെല്ലുണ്ട്. എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും കയ്യേലും സ്മെല്ല് വരും, സിങ്കിനകത്തും ഒക്കെ സ്മെല്ല് വരും അല്ലേ. അപ്പം ഈ നാരങ്ങയുടെ തോട്, ഈ വേസ്റ്റ് ജ്യൂസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തോട് ബാക്കി വരത്തില്ല. ആ തോട് വെച്ച് ഇച്ചിരി സോപ്പും കൂടെ അകത്തെ പുരട്ടിയിട്ടിട്ട് ഇങ്ങനെ സിങ്കിൻ്റെ സൈഡ് ഭാഗവും മൊത്തം സിങ്കും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ ആ സിങ്കിനകത്ത് ഒരു സ്മെല്ല് മാറിക്കിട്ടും. മീനും കഴുകുന്നത്, ഇറച്ചി ഒക്കെ കഴുകുന്ന ആ സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടുമേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ആ സിങ്കിനകത്തെ ആ സ്മെല്ലൊക്കെ തന്നെ പോവും. കൂടാതെ ഇപ്പം നാരങ്ങാത്തോട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കയ്യിലും ഇച്ചിരി നാരങ്ങാ നീരൊക്കെ തേച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്താൽ തന്നെ നമ്മളുടെ ആ കൈയുടെ ആ മണവും ഒക്കെ മാറിക്കിട്ടുമേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഇപ്പം നമ്മൾ സിങ്കിൻ്റെ സൈഡിൽ ആവശ്യമുള്ള സ്ക്രബറും
പിന്നെ ഒരു കൈ കഴുകാൻ വേണ്ടി സോപ്പോ ഡിഷ് വാഷ് ലിക്വിഡോ പിന്നെ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയ്ക്കകത്ത് വെക്കേണ്ട അത്രയും സാധനങ്ങൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പം തന്നെ കിച്ചൺ ഒരു ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. സ്ക്രബ്ബർ വേണ്ടിയത് ഇപ്പം എനിക്ക് 2 സ്ക്രബ്ബർ വേണം, അതുകൊണ്ട് 2 സ്ക്രബ്ബറും ഇച്ചിരി ഡിഷ് വാഷ് ലിക്വിഡ് ഇടാൻ വേണ്ടി വേറൊരു പാത്രവും കൂടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് വാഷ്, സോപ്പ്, പിന്നെ എക്സ്ട്രാ പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഇങ്ങനെ ടബിനകത്താണ് ഞങ്ങൾ വെക്കുന്നത്. ഇത്രയുള്ള ഒരു ചെറിയ കിച്ചനാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് UAE. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലും റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.